അനീഷ ആദില എന്ന് പറയുന്നത് അനീഷ് ആദില ഇന്നലെ ജയിലിലായിരുന്നു. അത് ഓൾമോസ്റ്റ് എല്ലാ സിറ്റുവേഷൻസും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനുവും ഗിസയിലായിട്ടുള്ള പ്രശ്നം ബാങ്കിലൊന്നും ജയിലിൽ വെച്ചിട്ട് സെറ്റിലായി. അപ്പൊ അനീഷ് എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ്, കുറച്ചും കൂടിയും മെച്ചൂർഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ആളായിട്ടും ഷാനവാസിന്റെ ഇഷ്യൂല് പറയുന്നുണ്ട് എനിക്ക് ഇതേപോലെ പല പ്രശ്നങ്ങളും കിട്ടിയോണ്ടാണ് ഞാൻ അടുക്കാത്തെന്നുള്ളത്. അപ്പൊ ആൾക്ക് ഒരുപാട് തേപ്പ് കിട്ടിയിട്ടുണ്ട് ഇൻ ഓൾ സെൻസ്. അതിന്റെ ഭാഗമായിട്ടാണ് പുള്ളി ഇങ്ങനെ സ്റ്റബേണായിട്ട് നിൽക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ആളിപ്പോ വന്നതിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിലെയും അനീഷ് ഇവിടെ ഇരിക്കുമ്പോൾ ഡിവോഴ്സിനെ പറ്റി സംസാരിക്കുകയും ഇവരുടെ പാരന്റ്സിനെ പറ്റി സംസാരിക്കുകയും അനീഷ് പറഞ്ഞതിനകത്ത് വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ആദിലയുടെ പാരന്റ്സ്, ഇപ്പോഴത്തെ നൂറയുടെ പാരന്റ്സ് അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മൊമെന്റ് എന്ത് രസമായിരിക്കും എന്ന് കേൾക്കുമ്പോൾ തന്നെ കേൾക്കുന്നത് നമുക്കും ഒരു എന്ത് രസമായിരിക്കും അല്ലെ. അപ്പൊ ജീവിതം അനീഷ് പറഞ്ഞ മാതിരി കുറച്ചുകൂടി ആസ്വദിച്ച് ജീവിക്കാം. അവരൊന്ന് റീയൂണിയന്റ് ആയി അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അക്സെപ്റ്റ് ചെയ്ത് അവർ ജീവിക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയല്ലേ. അപ്പൊ അനീഷിന്റെ മനസ്സിലൊക്കെ ഉണ്ട്. അപ്പൊ എന്നിട്ട് അതിൽ ചോദിക്കുന്നുണ്ട് ഇഷ്ടമുണ്ടായിട്ട് പിന്നെ എന്താണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന്. അപ്പൊ അവിടെയൊക്കെ സ്റ്റക്കാണ്. അതേപോലെ ലൈക്ക് ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ ഷാനവാസ് പറയണ്ട അപ്പൊ നമുക്ക് ഇങ്ങനെ ബലം പിടിച്ചിരിക്കണം അല്ല ഫ്രണ്ട്ഷിപ്പ്, കുറച്ച് ഫണ്ടിയും കാര്യങ്ങളൊക്കെ വേണം. ഞാൻ എത്ര പ്രാവശ്യം തന്നെ ഭക്ഷണം കഴിക്കാൻ വന്ന് വിളിച്ച് നീ ആട്ടി വിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും അനീഷ് സൈലന്റ് ആണ്. കാരണം അനീഷ് മനസ്സിലായി അനീഷ് ചെയ്തത് തെറ്റാന്നുള്ളത്. അനീഷ് ചെയ്തത് തെറ്റാന്ന് അനീഷ് അക്സെപ്റ്റ് ചെയ്യാറില്ല. ഇപ്പൊ കുറേ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആശാൻ. അതേപോലെ തന്നെ അനീഷ് പറയുന്നുണ്ട് ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ മാറ്റാൻ ശ്രമിക്കും. ആ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് ബിഗ് ബോസിൽ നടക്കും. അതൊരു വലിയ ഉപകാരം തന്നെ കേട്ടോ ഇൻ ഓൾ സെൻസ് ഉള്ള കാര്യം പറയാലോ. ഈ പറഞ്ഞ മാതിരി പണ്ടൊക്കെ തൊട്ടനും പിടിച്ചനും ചാടി കയറുന്ന ഞാനിപ്പോ പല സിറ്റുവേഷൻസ് കാണുമ്പോൾ പറഞ്ഞിട്ട് റെസ്പോണ്ടിങ് ആണ് ഈവൻ ഇൻ സോഷ്യൽ മീഡിയ ഓൾസോ. കാരണം പറയുന്നവർ പറയട്ടെ, നമുക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതല്ല എന്റെ ക്യാരക്ടർ അല്ല ഇപ്പോഴത്തെ ടോപ്പിക്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയിൽ നല്ലൊരു വ്യക്തിത്വമുണ്ട്, നല്ലൊരു മനസ്സുണ്ട്. കാരണം ചൂടാവുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്റെ അറിവിൽ ഇതുവരെ ഒരു വൃത്തികെട്ട വാക്കുപോലും അതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോ അതില് പറയുന്നുണ്ട് അതിലേയും ആ ഒരു ഇഷ്ടത്തെ രീതി പറഞ്ഞു. പക്ഷെ അതിൽ സംസാരിച്ചു കൊണ്ട് ഔട്ട് ഓഫ് ദ ബോക്സ് കൺട്രോൾ ആയിപ്പോയി. കുറച്ചുകൂടി വളരെ നികൃഷ്ടമായ രീതിയിൽ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഷാനവാസിന്റെ കേസാണെങ്കിൽ ആ കോയിൻ കൊണ്ട് കൊടുത്തപ്പോൾ ഷാനവാസിന്റെ ഒരു ചിരിയുണ്ട്. എന്റെ മനസ്സിപ്പോ ക്ലിയർ ആയി എന്ന് പറയട്ടെ. അപ്പൊ ഷാനവാസ് പറയണ്ട് ഇത് ഇങ്ങനെയാണോ, നിനക്ക് തോന്നിയ മാതിരിയാണോ, ഞാൻ എത്ര പ്രാവശ്യം വന്നു, ഇത് അങ്ങനെയൊക്കെ പറഞ്ഞ ആളൊന്ന് ക്ലിയർ ആയി വരുന്നുണ്ട് കുറച്ചും കൂടി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഇന്നലെ പറഞ്ഞ ഒരു മൂവ്മെന്റ്, ആ ഒരു മൂവ്മെന്റ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇപ്പൊ ഫാമിലി വീക്ക് ഒക്കെ വരികയാണ്, അവരങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞത് ആദ്യം അനീഷിനെ എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അനീഷിന്റെയും ഒരുപാട് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ അതിൽ നൂറയുടെയും പ്രശ്നം സോൾവ് ആവണം. കാരണം കഴിഞ്ഞ സീസൺസ് വരെ പല ആൾക്കാരും വീട്ടിൽ നിന്ന് പ്രശ്നമായിട്ട് അവർക്ക് ഫാമിലിയൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇവർക്കും കിട്ടട്ടെ. എന്താ നിങ്ങളുടെ അഭിപ്രായം?